voice of God through evangelist Shaji Joseph. എറണാകുളം പ്രാർത്ഥനാലയത്തിൽ നടന്ന ദൈവരാജ്യത്തിന്റെ പരിശീലനത്തിൽ നിന്ന് വെൽക്കം ടു ദ ടീച്ചിങ് മിനിസ്ട്രി ഓഫ് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ്. ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ദൈവവചന സന്ദേശം കേൾക്കുവാനായി വിശുദ്ധ വേദപുസ്തകവും നോട്ട്ബുക്കും എടുത്തുകൊണ്ട് ഇപ്പോൾ വരും. ദൈവപ്രവർത്തികളെ നാം തിരിച്ചറിയേണ്ടത് കർത്താവ് പറഞ്ഞു, ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയണം. ആമേൻ. അപ്പോൾ ദൈവ ആലോചനകളെ നാം തിരിച്ചറിയേണ്ടത് വചനം നോക്കി തിരിച്ചറിയണം. ദൈവ പ്രവർത്തികളെ നാം തിരിച്ചറിയേണ്ടത് ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയണം. ആമേൻ. കാരണം ദൈവം ഒന്ന് റിപ്പീറ്റ് ചെയ്യാറില്ല. കിങ്ഡം ട്രെയിനിങ്. ദൈവരാജ്യം ആയിരുന്നു ഈ ഭൂമിയെ ഭരിച്ചിരുന്നത് എങ്ങനെ? ആദത്തിലൂടെ. പക്ഷെ ആദം എപ്പോൾ പിശാചിനെ അനുസരിച്ചുവോ അന്ന് പിശാച് ആദത്തിന്റെ അധികാരം ഏറ്റെടുത്തു. ഈ ഭൂമിയുടെ അധികാരം പിശാചിന്റെ കിങ്ഡത്തിനായി. കിങ്ഡം ട്രെയിനിങ്. ഈ ഭൂമി ഭരിക്കുന്നത് പിശാചിന്റെ രാജ്യമാണ് എന്ന് ദൈവവചനം പറയുന്നു. 1 യോഹന്നാൻ 5:19 പറയുകയാണ്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. കിങ്ഡം ട്രെയിനിങ്. ഈ ലോകം പിശാചി ഭരിക്കുകയാണ്. ദൈവം ആദത്തിന് കൊടുത്തതാണ് ഈ അധികാരം. എന്നാൽ ഈ അധികാരം ആദം നഷ്ടപ്പെടുത്തി. എപ്പോൾ? ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ. കിങ്ഡം ട്രെയിനിങ്. ആദ്യ വാഗ്ദത്തം പിശാചിനുള്ളതാണ്. അതൊരു ശാപപരമായ വാഗ്ദത്തമാണ്. വാഗ്ദത്തം അനുഗ്രഹങ്ങളും ഉണ്ട്, വാഗ്ദത്ത ശാപവും ഉണ്ട്. കിങ്ഡം ട്രെയിനിങ്. ഞാൻ എൻ്റെ മകന് കൊടുത്ത രാജ്യം നീ തട്ടി. എന്നാൽ ഇതാ സ്ത്രീയുടെ സന്തതിയായി ഞാൻ തന്നെ ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ്. കിങ്ഡം ട്രെയിനിങ്. കർത്താവായ യേശു പിശാചിന്റെ രാജ്യം തകർത്ത് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുമെന്നാണ് പിതാവിന്റെ ആ വാഗ്ദത്തം. കിങ്ഡം ട്രെയിനിങ്. അപ്പോൾ എന്താ ഈ ക്ഷമിക്കപ്പെടാത്ത പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ ക്ഷമിക്കപ്പെടാത്ത പാപം? ക്ഷമിക്കപ്പെടാത്ത പാപം നല്ലൊരു ചോദ്യമാണ്. കർത്താവ് പറയുന്നു, ഞാൻ ദൈവാത്മാവിനാലാണ് പുറത്താക്കിയത്. എന്നാൽ അന്നത്തെ ദൈവദാസന്മാർ പറയുന്നു, അല്ല, പിശാചിനാലാണ് പുറത്താക്കിയത്. അതെ. അപ്പോ ദൈവാത്മാവിന്റെ പ്രവൃത്തിയെ ഈ പരീശന്മാർ അല്ലെങ്കിൽ ഈ ദൈവദാസന്മാർ പിശാചിന്റെ പ്രവൃത്തിയാക്കി മാറ്റി. ശ്രദ്ധിച്ചോളുക. അപകടം. കിങ്ഡം ട്രെയിനിങ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. കിങ്ഡം ട്രെയിനിങ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും കർത്താവിന്റെ വചനവുമായി നിങ്ങളായിരിക്കുന്ന ആ സാഹചര്യത്തിലേക്ക് കടന്നു വരുന്ന സ്വർഗത്തിൽ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, പതിവ് പോലെ ജനത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി വീണ്ടും ഈ മാധ്യമത്തിൽ കാണുവാൻ സ്വർഗത്തിൽ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ബേസിക് പ്രിൻസിപ്പിൾ നിങ്ങൾ മറന്നു പോകരുത്. ഒന്ന്, ഞങ്ങളെ വിശ്വസിക്കരുത്. പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള വേദപുസ്തകം നിങ്ങൾ എടുക്കുക. ആ വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ഉറപ്പിക്കുക. കാരണം റോമൻസ് 3:4 പറയുന്നു, സകല മനുഷ്യരും ബോഷ്ക്ക് പറയുന്നു വരുന്ന ഒരു ദൈവ സത്യമാണ്. അതിന്റെ അർത്ഥം ദൈവവചനമാണ് സത്യം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വചനം മാത്രം എടുത്ത് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾ അതിനെ പലപ്പോഴും വിശ്വസിക്കേണ്ടതായിട്ടില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, 2 or 3 പേരുടെ സാക്ഷ്യം ഒഴിയാലല്ലാതെ ഏതൊരു കാര്യവും ഉറപ്പിക്കരുത്. കാരണം മറ്റൊന്നുമല്ല, ഒരു വചനം തെറ്റായിട്ടല്ല, ചില സമയങ്ങളിൽ അത് സാഹചര്യത്തിനനുസരിച്ച് പറയുന്നതായതുകൊണ്ട് അത് ചിലപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ചിന്ത അതായിരിക്കത്തില്ല. നാം അതിനു മുമ്പ് കേട്ടിട്ടുള്ള സന്ദേശം മനസ്സിലായി, അക്ഷരമല്ല അക്ഷരത്തിന്റെ പുറയിലുള്ള ആത്മാവിനെയാണ് നാം കാണേണ്ടത്. ആമേൻ. ഇത് ദൈവാലോചന മനസ്സിലാക്കാനുള്ള വ്യവസ്ഥകളാണ്. എന്നാൽ ദൈവപ്രവൃത്തി മനസ്സിലാക്കാനുള്ള വ്യവസ്ഥ ഇതല്ല. ദൈവപ്രവൃത്തി മനസ്സിലാക്കണമെങ്കിൽ ഫലം നോക്കി വൃക്ഷത്തെ
തിരിച്ചറിയണം. ആമേൻ. അതിന്റെ റിസൾട്ട് എന്താണ് എന്ന് നമ്മൾ നോക്കി നമ്മൾ വൃക്ഷം തിരിച്ചറിയണം. ഒരു അത്ഭുതം നടന്നു. അത്ഭുതം എന്ന് പറയുന്നത് ഇതുവരെ സംഭവിക്കാത്ത പുതിയതായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദൈവം എല്ലാം പുതിയത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമയത്ത് യേശു ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, തൊട്ട് സൗഖ്യമാക്കി, തുപ്പി സൗഖ്യമാക്കി, ശിലോക പോയി കുളത്തിൽ കഴുകാൻ പറഞ്ഞ് സൗഖ്യമാക്കി. എല്ലാം വ്യത്യസ്തമായ രീതിയിൽ. ചിലരെ പന്നിക്കൂട്ടത്തിലേക്ക് പിശാചുക്കളെ അയച്ച് പിശാചു അതിനെ സൗഖ്യമാക്കി. അതുകൊണ്ട് ഇന്ന് നമ്മൾ പന്നിക്കൂട്ടത്തിലേക്ക് വിട്ട് സൗഖ്യമാക്കണമെന്ന് നിർബന്ധമില്ല. മനസ്സിലാവുന്നുണ്ടോ? പകരം പുതിയത് വരികയാണ്. അപ്പോൾ പിന്നെ തുടർന്ന് അപ്പോസ്തലന്മാരുടെ സമയത്ത് നടക്കുന്നത് വീണ്ടും പുതിയതാണ്. കർത്താവിന്റെ നിഴലിൽ വീണ ആരും സൗഖ്യമായില്ല, എന്നാൽ പത്രോസിന്റെ നിഴലിൽ വീണ ആൾ സൗഖ്യമാകുന്നു. അതുകൊണ്ട് അത് പിശാചിൽ നടന്ന സൗഖ്യമല്ല, അതും കർത്താവ് നടന്ന സൗഖ്യം തന്നെയാണ്. പക്ഷെ ഇവിടെ എല്ലാം നാം മനസ്സിലാക്കേണ്ടത് റിസൾട്ട് എന്താണെന്ന് നോക്കിയിട്ടാണ് പ്രവൃത്തി മനസ്സിലാക്കുന്നത്. അതായത് പ്രവൃത്തിയുടെ ഫലം, അതാണ് ആ റിസൾട്ട്. അത് നോക്കണം. ജനം ദൈവത്തിലേക്ക് അടുത്തോ, ജനം പിശാചിലേക്ക് അടുത്തോ, ഇത് നോക്കിയിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പൗലോസിന്റെ ശരീരത്തിൽ നിന്ന് റുമാലും ഉത്തരിയോ എല്ലാ രോഗികളുടെ മേലെ കൊണ്ടുപോയിട്ട് ഭൂതഗ്രസ്തർ സൗഖ്യമായി, രോഗികൾ സൗഖ്യമായി. ഇതൊന്നും കർത്താവായ യേശു ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് പൗലോസെ നീ പിശാചിന്റെ ആളാണെന്ന് പറയല്ല വേണ്ടത്. പകരം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അത്ഭുതത്തിലൂടെ ജനം ദൈവത്തിലേക്ക് വന്നോ, ജനം പിശാചിലേക്ക് പോയോ? അതെ, മനസ്സിലായി. ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. അപ്പോൾ പ്രവൃത്തി തിരിച്ചറിയണമെങ്കിൽ ഫലം നോക്കണം, ആലോചന തിരിച്ചറിയണമെങ്കിൽ വചനം നോക്കണം. അതെ, മനസ്സിലാവുന്നുണ്ടോ? ഈ ബേസിക് പ്രിൻസിപ്പിൾ നിങ്ങൾ മറന്നു പോകരുത്. ഇത് നമ്മൾ തുടർന്നുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ ഈ വ്യവസ്ഥയിലായിരിക്കും കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങളെ വിശ്വസിക്കരുത്, നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകം വിശ്വസിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളെ മാത്രമല്ല, ലോകത്തിൽ ആര് വചനം പ്രസംഗിച്ചാലും നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകം നോക്കി ബെരോവയിലുള്ളവരെ പോലെ ഉത്തമന്മാരെന്ന നിങ്ങൾ തെളിയപ്പെടുവാനിടയാകണം. ആമേൻ. പ്രിയ സഹോദരൻ ഷാജി സുന്ദരൻ നമ്മളോട് കൂടെയുണ്ട്. ജനത്തിന്റെ ചോദ്യങ്ങൾ ഇന്ന് പ്രിയ ഷാജി ബദർ ഏത് ചോദ്യം ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ കേട്ടു. എന്തിനാണ് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്, അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ആദ്യം വിശദമായിട്ട് നമ്മൾ വചനത്തിൽ കൂടെ കേൾക്കുവാനിടയായി. എന്താണ് ഷാജി ബദറിന് മനസ്സിലായത്? കർത്താവ് യേശു ഭൂമിയിൽ വന്നത് എന്തിനു വേണ്ടിയാണെന്ന്, ആത്യന്തികമായ ലക്ഷ്യം എന്തിനു? വചനാടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ദൈവരാജ്യം സ്ഥാപിക്കാനാണ് ഭൂമിയിൽ വന്നത്. ദൈവരാജ്യം സ്ഥാപിക്കാനാണ് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് എന്ന് വചനാടിസ്ഥാനത്തിൽ മനസ്സിലായി. തുടർന്ന് എന്ത് ചോദ്യമാണ് ചോദിക്കാനുള്ളത്? തുടർന്ന് കർത്താവ് യേശു ക്രിസ്തു ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഭൂമിയിൽ വന്നു. എന്തുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ദൈവരാജ്യം സ്ഥാപിക്കാതെ മടങ്ങിപ്പോയത്? അതും ഒരു ചോദ്യം. അതിന്റെ കൂടെ തന്നെ കർത്താവ് യേശു ക്രിസ്തു ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഭൂമിയിൽ വന്നു. ആ ഒരു രീതിയിൽ ഒരു ടീച്ചിങ് ഇന്ന് ലോകത്ത് കാണുന്നില്ല. അനേകം ദേവദാസന്മാർ പ്രസംഗിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിനെ കുറിച്ചുള്ള ഒരു പ്രസംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് പാസ്റ്റർക്ക് വചനാടിസ്ഥാനത്തിൽ എങ്ങനെയാ പറയാനോ? നല്ല രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത്. രണ്ട് ചോദ്യത്തിനും ഇന്ന് ഉത്തരം പറയാൻ കഴിയുമോ എന്ന് നമുക്ക് സമയം കിട്ടുമോ നമുക്ക് അറിയത്തില്ല. എങ്കിലും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു ശ്രമിക്കാം. ഒന്ന്, അദ്ദേഹം ചോദിച്ചത് കർത്താവ് യേശു ക്രിസ്തു ദൈവരാജ്യം സ്ഥാപിക്കാനാണ് ഭൂമിയിൽ വന്നത്. പക്ഷെ ഇത് വചനപ്രകാരം എങ്ങനെ തെളിയിക്കാം? മാത്രമല്ല, ഇന്ന് അനേക സ്ഥലങ്ങളിലുള്ള പ്രസംഗങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളല്ല കേൾക്കുന്നത്, പകരം മറ്റു പല പ്രസംഗങ്ങളുമാണ് കേൾക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പറയുവാനായിട്ട് ഇടയായി, കർത്താവ് യേശു ക്രിസ്തു വന്നത് മുതൽ പോയതുവരെ പ്രസംഗിച്ച തൻ്റെ പ്രധാന പ്രസംഗ വിഷയം എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. യേശു ക്രിസ്തുവിന് മുമ്പ് വന്ന സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചത് ദൈവരാജ്യമാണ്. നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകം തുറന്നിട്ട് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. സ്നാപക യോഹന്നാൻ ഇങ്ങനെ പ്രസംഗിക്കുകയുണ്ടായി, മനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ആമേൻ. അപ്പോൾ സ്നാപകം പ്രസംഗിച്ചത് ഇതാ ഒരു രാജ്യം വരികയാണ്. എങ്ങോട്ടേക്ക്? ദുഷ്ടം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലേക്ക് ഇതാ മറ്റൊരു രാജ്യവും കൂടി വരികയാണ്. അപ്പോൾ ദുഷ്ടന്റെ ആത്മരാജ്യം ഇവിടെയുണ്ട്, ലോകം ഭൗതിക രാജ്യം. ആ ഭൗതിക രാജ്യത്തെ ഭരിക്കുന്ന ദുഷ്ടന്റെ രാജ്യം ഇവിടെയുണ്ട്. എന്നാൽ ആ അന്തരീക്ഷത്തിലേക്ക് ഇതാ മറ്റൊരു രാജ്യവും കൂടി വരുന്നു, സ്വർഗരാജ്യം വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ വിസ എടുത്തോ, അതിന്റെ പേര് മാനസാന്തരപ്പെട്ടോളാൻ, അതിലേക്ക് കയറാമെന്ന്. അപ്പൊ സ്നാപകന്റെ പ്രസംഗം ഇതായിരുന്നു. ആമേൻ. ഇനി 2-3 പേരുടെ സാക്ഷിമൊഴിയാലേ ഏതൊരു കാര്യം ഉറപ്പിക്കണ്ടേ? ഒരു വാക്യല്ലേ ആയുള്ളൂ, ഇല്ലേ? തുടർന്ന് കർത്താവിന്റെ കന്നിപ്രസംഗം എന്ന് വെച്ചാൽ ആദ്യ പ്രസംഗം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പൊ എന്തായിരിക്കും കർത്താവിന്റെ പ്രസംഗ വിഷയം? നമുക്കൊന്ന് നോക്കിയാലോ? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ
ദൈവത്തിന്റെ വചനം പറയുന്നു. എന്താണ് കർത്താവ് ആദ്യമായിട്ട് പ്രസംഗിച്ച പ്രസംഗ വിഷയം? അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അന്ന് മുതൽ യേശു, അതിന്റെ അർത്ഥം ഇതിനു മുമ്പ് പ്രസംഗിച്ചിട്ടില്ല. ആമേൻ. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ ഇതേ വിഷയം തന്നെ. ഇതാ ഈ ലോകം ഇന്ന് പിശാചിന്റെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്തരീക്ഷത്തിലേക്ക് ഇതാ മറ്റൊരു രാജ്യം വരുന്നു. അതുകൊണ്ട് നീ വിസ എടുത്തോ, അത് മാനസാന്തരപ്പെട്ടോ, ആ രാജ്യത്തിൽ കയറാം. ആമേൻ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുക. കണ്ടോ, പ്രസംഗ വിഷയങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല, അതേ രീതിയിൽ അങ്ങ് പോവുകയാണ്. ഇനി ഇത് കർത്താവിന്റെ ആദ്യ പ്രസംഗമല്ലേ? ഇനി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ പ്രസംഗിച്ചതെന്ന് നമ്മൾ അറിയണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം മൊത്തം കർത്താവിന്റെ പ്രസംഗങ്ങൾ ഇങ്ങ് വരുമ്പോൾ അവിടെ മുഴുവൻ പറയുന്നത് സ്വർഗരാജ്യം ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ ഒളിച്ചു വെച്ച പുളിപ്പിനോട് സാദൃശ്യം. മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും നമ്മൾ അതിന്റെ 44-ാം വാക്യം 13-ന്റെ 44-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. മനസ്സിലാവുന്നുണ്ടോ? 45-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പറയുകയാണ് സ്വർഗരാജ്യം വിലയേറിയ മുത്തന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. 1-2 വാക്കുകൾ വായിക്കാം, എല്ലാം വായിക്കാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ വീട്ടിൽ നിന്നൊന്ന് വായിച്ചേ, നിങ്ങളുടെ വേദപുസ്തകം എടുത്ത് വീട്ടിൽ നിന്ന് വായിച്ചേ. ദേഷ്യമുണ്ടോ ഇങ്ങനെ പറയുമ്പോൾ? ഇല്ലെന്ന് എനിക്കറിയാം. പ്രൈസ് ഗോഡ്. വായിച്ചാട്ടെ. 13-ാം അധ്യായം 33-ാം വാക്യം ഒന്ന് വായിച്ചേ. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞത്, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സാദൃശ്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ശ്രദ്ധിച്ച്. അപ്പൊ സ്വർഗരാജ്യം പുളിപ്പിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ മറച്ചു വെച്ചു. വളരെ രഹസ്യം, വളരെ ആഴമേറിയ അർത്ഥമുണ്ട്. അയ്യോ അനുവദിക്കുന്നെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാം. ഇനി അതിന്റെ 44 ഒന്ന് വായിച്ചേ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സാദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സാദൃശ്യം. അപ്പൊ കർത്താവിന്റെ പ്രസംഗ വിഷയം എന്താ മനസ്സിലാകുന്നത്? സ്വർഗരാജ്യം. ഇനി 45 വായിച്ചേ. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്തന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സാദൃശ്യം. അതെ, വീണ്ടും സ്വർഗരാജ്യം. സ്വർഗരാജ്യത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായി? വിലയേറിയ മുത്തന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. ഇത് തന്റെ ശുശ്രൂഷയുടെ ഇടയിൽ നടക്കുന്ന കാര്യമായി പറയുന്നത്. ഇത് തന്റെ ശുശ്രൂഷയൊക്കെ എന്തിന്റെ ശക്തി കൊണ്ടായിരുന്നു? വായിച്ചേ. 12-ാം അധ്യായം 28-ാം വാക്യം വായിച്ചേ. തന്റെ ശുശ്രൂഷകളൊക്കെ എന്തിന്റെ ശക്തി കൊണ്ടാണ്? ഈ ലോകത്തിന്റെ ശക്തി കൊണ്ടാണോ, പിശാചിന്റെ ശക്തി കൊണ്ടാണോ, എന്തിന്റെ ശക്തി കൊണ്ടാന്ന് വായിച്ചേ. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നത് സ്പഷ്ടം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അപ്പൊ തന്റെ ശുശ്രൂഷകൾ മുഴുവൻ ഈ ലോകത്തിന്റെ ശക്തി കൊണ്ടോ പിശാചിന്റെ ശക്തി കൊണ്ടോ അല്ല, ദൈവരാജ്യത്തിന്റെ ശക്തി കൊണ്ടായിരുന്നു. ഞാൻ ദൈവാത്മാവിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു സ്പഷ്ട. തനിക്ക് പ്രസംഗിക്കാനുണ്ടായിരുന്ന മുഴുവൻ ദൈവരാജ്യം. ആത്മീയമായി ആഴത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള 14 DVD അടങ്ങിയ പവർ പോയിന്റ് പ്രസന്റേഷനോട് കൂടിയ പുതിയ സന്ദേശം ബൈബിൾ വിഷൻ. നിങ്ങളെ കുറ്റം പറയാൻ ഒരു 10 പേരുണ്ടെങ്കിലേ നിങ്ങൾ കുറച്ചും കൂടി മൂർച്ചയുള്ളതായി തീരത്തുള്ളൂ, കുറച്ചും കൂടി ഫലം പുറപ്പെടുന്നതായി തീരത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ആരെങ്കിലും കുറ്റം പറയുമ്പോ അയ്യോ വലിയ കൊടുങ്കാറ്റ് എനിക്ക് നേരെ വരുന്നു, ബ്രദർ ശ്രദ്ധിച്ചോളണം, വലിയ കൊടുങ്കാറ്റ് വരുന്നു. എന്നാൽ ആ ബ്രദർ ദൈവത്തിന്റെ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണെങ്കിൽ ആ ബ്രദർ പറയ കൊടുങ്കാറ്റ് വരുന്നു, നല്ല കാര്യ. എന്റെ അപ്പൻ കഴുകനെ പോലെ ചിറകടിച്ചുയരുമെന്ന് എന്നെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന, എന്റെ അപ്പനെ ഉപമിച്ചിരിക്കുന്ന 2 മൃഗങ്ങൾ, ഒന്ന് സിംഹമുഖം, ഒന്ന് കഴുകുമുഖം. കഴുകൻ എന്ത് ചെയ്യുന്നറിയാമോ? അത് ഏറ്റവും ഉയരത്തിൽ പറക്കുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി. ആ കൊടുമുടിക്ക് മുകളിലൂടെ പറക്കാൻ കഴിയാവുന്ന ഒരേ ഒരു പക്ഷിയേ ഉള്ളൂ, അവനാണ് കഴുകൻ. എന്നെ കഴുകനോട് ദൈവം ഉപമിച്ചിരിക്കുന്നത്. കഴുകൻ കൊടുങ്കാറ്റ് കണ്ട് പേടിക്കത്തില്ല, പകരം കൊടുങ്കാറ്റ് വരുമ്പോൾ കഴുകൻ കൊടുങ്കാറ്റിന് ഉപയോഗിക്കുക. കഴുകൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇത്രയും നാൾ ഞാൻ പറന്നു, എന്നാൽ കൊടുങ്കാറ്റ് നീ അവിടെ ഉണ്ടോ? ഇതാ ഞാൻ നിന്നിലേക്ക് ഇടിച്ചു കയറുകയാ. എന്തിനാണെന്നറിയാമോ? ഇന്നു മുതൽ എനിക്ക് പറക്കേണ്ട, പകരം കൊടുങ്കാറ്റ് എന്നെ കൊണ്ടുപോയിക്കൊള്ളു. ഞാൻ ഇതാ എന്റെ ചിറക് വിരിച്ചു നിൽക്കും.
കൊടുങ്കാറ്റ് എന്നെ ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക്, താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഈ കൊടുങ്കാറ്റ് എന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ക്രിറ്റിസിസത്തെ നിങ്ങൾ ഭയപ്പെടരുത്, എതിർപ്പുകളെ നിങ്ങൾ ഭയപ്പെടരുത്. ശക്തമായി മുന്നേറുക. എന്റെ യേശുവിന് വേണ്ടി, നമ്മുടെ യേശുവിന് വേണ്ടി മുന്നേറുക. ഇതാ മറഞ്ഞു കിടക്കുന്ന ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹീതമായ അവസരം. വാങ്ങുവാൻ താല്പര്യമുള്ളവർ പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ടാണ്. എതിർപ്പുകളെ ഭയപ്പെടരുത്, അത് നമ്മളെ സഹായിക്കും. ലോകപ്രകാരം ചിന്തിക്കുന്നവൻ ചിന്തിക്കുക, ഓ ഇവനെതിരെ എതിർപ്പ് പറഞ്ഞാൽ ഇവൻ വീഴുമെന്ന്. ആ ചിന്ത വെറുതെയാ. ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുക. ഹല്ലേലൂയ. നിങ്ങൾ കടന്നുപോയ പ്രയാസമാണ് നിങ്ങൾ അറിയപ്പെടുവാൻ ഇടയാകുന്നത്. യേശുക്രിസ്തു കടന്നുപോയ ക്രൂശാണ് യേശുക്രിസ്തു അറിയപ്പെടാൻ ഇടയായത്. ദാവീദ് ഗോലിയാത്തിനെ തകർത്തതാണ് ദാവീദ് അറിയപ്പെടാൻ ഇടയായത്. പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉദ്ദേശം എന്താണ്? സഭയുടെ ഉദ്ദേശം എന്താണ്? ഇതാണ് നമ്മുടെ ആത്മമണ്ഡലത്തിലെ മനുഷ്യൻ. ഈ പുറത്ത് കാണുന്ന ഭൗതിക ശരീരമാണ് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന ഇവിടത്തെ മനുഷ്യൻ. ആമേൻ. ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ഈ പുറത്തുള്ള മനുഷ്യനിലൂടെ, പുറത്തുള്ള മനുഷ്യന്റെ ചെവിയിലൂടെ കേൾക്കുകയാണ്. കർത്താവ് പറയുന്നു, മോനെ മകളെ, ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ അകത്തുള്ള മനുഷ്യന്റെ ചെവിയിലൂടെ നീ കേൾക്കണം. ആമേൻ. അതിന്റെ പേരാ വെളിപ്പാട്. ഇതാ മറഞ്ഞു കിടക്കുന്ന ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹീതമായ അവസരം. ബൈബിൾ വിഷൻ. ഇനി താന് മരിച്ചു, ക്രൂശിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു 3-ാം ദിവസം. 40 ദിവസം ഇവിടെയുണ്ട്. ഇതിനു മുമ്പ് ഏകദേശം 3.5 വർഷക്കാലം ഇവിടെയുണ്ട്. ഈ 3.5 വർഷക്കാലവും തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് മുഴുവൻ സ്വർഗരാജ്യം. 3.5 വർഷക്കാലം തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് മുഴുവൻ സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം. അവരോട് പോയി പ്രസംഗിക്കാൻ പറഞ്ഞത് ദൈവരാജ്യം. ശിഷ്യന്മാരായ നമ്മളോട്, ദൈവദാസന്മാരോട് പ്രസംഗിക്കാൻ പറഞ്ഞത് വേറൊന്നുമല്ല. പ്രിയ സഹോദരൻ പറഞ്ഞ ചോദ്യം കേട്ടോ? ഇന്ന് ലോകത്തില് ദൈവരാജ്യം പ്രസംഗിക്കുന്നൊന്നും ഞങ്ങൾ കേൾക്കുന്നില്ലല്ലോ, വളരെ വിരളമാണല്ലോ. അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പക്ഷേ കർത്താവ് പറഞ്ഞ ഞാൻ നിങ്ങളോട് പറയാം. കർത്താവ് തന്നെ ശിഷ്യന്മാരെ അയച്ചത് ദൈവദാസന്മാർ എന്ത് പ്രസംഗിക്കാനാണെന്ന് അറിയാമോ? ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ കർത്താവ് യേശു എന്തിനു വേണ്ടിയാണ് ശിഷ്യന്മാരെ അയച്ചത് എന്നവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വായിച്ചു. അവൻ 12 അടുക്കൽ വിളിച്ചു, 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. എന്നിട്ട് ദൈവരാജ്യം പ്രസംഗിക്കുവാനും. എന്ത് പ്രസംഗിക്കാനാ? ദൈവരാജ്യം. എന്ത് പ്രസംഗിക്കാനാ പ്രിയ സഹോദരങ്ങളെ? ദൈവരാജ്യം പ്രസംഗിക്കുവാൻ ശിഷ്യന്മാരെ അയച്ചു. അപ്പോൾ ദൈവരാജ്യം പ്രസംഗിക്കാൻ ശിഷ്യന്മാരെ അയച്ചാൽ, ദൈവരാജ്യം പ്രസംഗിച്ചാൽ അവിടെ പരിശുദ്ധാത്മാവുണ്ട്. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? ദൈവരാജ്യം എന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അതെ. ആ ദൈവരാജ്യത്തിന്റെ കൾച്ചറിനെ കുറിച്ച് അവിടെ പറയുന്നേ. അപ്പോൾ ദൈവരാജ്യം പ്രസംഗിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ഉണ്ട്, അവിടെ നീതി, സന്തോഷ, സമാധാനം ഒക്കെ ഉണ്ട്. അവിടെ പിശാചിന് നിൽക്കാൻ പറ്റത്തില്ല, ഇറങ്ങി ഓടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശിഷ്യന്മാരെ അയച്ചത് മറ്റൊന്നും പ്രസംഗിക്കാനല്ല. പ്രിയരെ, ഡോണ്ട് ബിലീവ് മീ, എന്നെ വിശ്വസിക്കല്ലേ. നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകം ഉണ്ടല്ലോ, അത് വിശ്വസിക്കുക. ഒരാലോചന നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവവചനം നോക്കിയാ, ഒരു പ്രവൃത്തി വിശ്വസിക്കേണ്ടത് ഫലം നോക്കിയും. ആമേൻ. അപ്പോൾ പ്രിയരെ മനസ്സിലാക്കുക, ഇവിടെ ശിഷ്യന്മാരെ അയച്ചത് ദൈവരാജ്യം പ്രസംഗിക്കാനാണ്. ആമേൻ. ആമേൻ. യേശുവിന് മുമ്പ് വന്ന സ്നാപകം പ്രസംഗിച്ചതും ഇതേ രാജ്യമാണ്. അതെ. യേശു പ്രസംഗം ആരംഭിച്ചതും ഇതേ രാജ്യമാണ്.
യേശു ശുശ്രൂഷയുടെ ഇടയിൽ പ്രസംഗിച്ചതും ഇതേ ദൈവരാജ്യമാണ്. ഇനി യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, 40 ദിവസം ഇവിടെയുണ്ട്. ആദ്യം 3.5 വർഷക്കാലം ഡിഗ്രി കോഴ്സാണ് ശിഷ്യന്മാർക്ക് കൊടുത്തത്. നമുക്ക് പറയാം BTH, നമ്മൾ പഠിക്കുന്ന BTH, ഡിഗ്രി ക്ലാസ്. ഇനി മരിച്ചുയർത്തെഴുന്നതിന് ശേഷം ഇനി PG, പോസ്റ്റ് ഗ്രാജുവേഷൻ, 40 ദിവസത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ. ഈ പോസ്റ്റ് ഗ്രാജുവേഷനിലും എന്താ പഠിപ്പിക്കാൻ പോണെന്ന് അറിയാമോ? സിലബസ് വേറെ ഒന്നുമില്ല. സിലബസിൽ ആകപ്പെടെ ഒരേ ഒരു സബ്ജക്ട് യേശുവിന്റെ സിലബസിൽ കാണുന്നുള്ളൂ, ദൈവരാജ്യം. വേറെ ഒന്നുമില്ല. ഞാൻ പഠിച്ച ബൈബിൾ കോളേജിന്റെ പേരൊന്നും ഞാൻ പറയില്ല. പിന്നെ മറ്റു പല ബൈബിൾ കോളേജുകൾ ഞാൻ പലപ്പോഴും പലയിടത്ത് സന്ദർശിക്കാനും പഠിപ്പിക്കാനൊക്കെ പോയയിടത്തൊക്കെ കണ്ടപ്പോൾ അവരെല്ലാം ഞാൻ സിലബസ് വാങ്ങിച്ചു നോക്കും. സിലബസ് വാങ്ങിച്ച് നോക്കുമ്പോൾ എന്തിനാ നോക്കണേന്നറിയാമോ? ദൈവരാജ്യം എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഈ സിലബസിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയാനേ നോക്കണേ. അത്ഭുതം എന്ന് പറയട്ടെ, ഇടയ്ക്കിടയ്ക്കൊക്കെ പഠിപ്പിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ദൈവരാജ്യം എന്ന് പറയുന്നല്ലാണ്ട് ദൈവരാജ്യം എന്ന് പറഞ്ഞ ഒരു സിലബസ് ഈ ബൈബിൾ കോളേജിലുള്ള സിലബസിൽ ഞാൻ കണ്ടിട്ടില്ല. പകരം ഓൾഡ് ടെസ്റ്റ്മെന്റ് സർവേ, ന്യൂ ടെസ്റ്റ്മെന്റ് സർവേ, പോൾ എപ്പിസിൽസ്, പിന്നെ പ്രസംഗശാസ്ത്ര, ഇങ്ങനെ ധാരാളം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ സിലബസിലുണ്ട്. പക്ഷെ ദൈവരാജ്യം എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞ ഏക സബ്ജക്റ്റ്, ഈ പുസ്തകത്തിലെ ഏക സബ്ജക്റ്റ് ഒരു സിലബസ് ആയാലും നമ്മൾ കാണുവാൻ കഴിയുന്നില്ല. നിങ്ങൾ അതിശയിക്കും, അത്ഭുതപ്പെടും. അങ്ങനെയാണോ? എൻ്റെ കാര്യം എന്താ? കാര്യം പറയാം, കാര്യമുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കാം, കർത്താവായ യേശുവിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ, 40 ദിവസത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ. ഞാൻ പാരഫ്രൈസ് ചെയ്ത് പറയുക, നമ്മളുടെ മനസ്സിലാവുന്ന ഭാഷയിൽ. പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നും വചനത്തിലില്ല. ആമേൻ. എന്നാൽ നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ ശിഷ്യന്മാർ 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു, ഇത് 40 ദിവസത്തെ കോഴ്സാണ്. ആമേൻ. അതിലെന്താണ് സബ്ജക്റ്റ്? എന്തായിരുന്നു ക്രിസ്തുവിൻ്റെ സിലബസ്? നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ വചനം എടുത്ത് വായിക്കണം. ഞങ്ങളെ വിശ്വസിക്കരുത്, നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകത്തെ വിശ്വസിക്കുക. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. താൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 ദിവസത്തോളം അവർക്ക് പ്രത്യക്ഷനായിട്ട് വിടുതലിനെ കുറിച്ച് പ്രസംഗിച്ചെന്നല്ല പറയുന്നത്, രോഗസുഖത്തെ കുറിച്ച് പ്രസംഗിച്ചെന്നല്ല പറയുന്നത്, ഭൂരസുഖത്തെ കുറിച്ച് പ്രസംഗിച്ചെന്നല്ല പറയുന്നത്. പിന്നെ പറയാണ്, ദൈവരാജ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞുകൊണ്ട്. മൈ ഗാഡ്, മൈ ഗാഡ്, മൈ ഗാഡ്. എന്ത് ഈ 40 ദിവസം ഒരേ ഒരു സബ്ജക്റ്റ്, വേറെ ഒരു സബ്ജക്റ്റും ഇല്ലേ? പ്രിയരെ, ദൈവരാജ്യം ഈ യൂണിവേഴ്സിലെ ഏറ്റവും വലിയ രാജ്യം. സകല രാജ്യങ്ങളും അതിൻ്റെ ഉള്ളിലാ. ഈ രാജ്യത്തെക്കുറിച്ചുള്ള കാര്യമാണ് കർത്താവ് പറഞ്ഞത്. ഈ രാജ്യത്താണ് നമ്മൾ വീണ്ടും ജനിച്ചത്. അപ്പോൾ വളരെയധികം കാര്യങ്ങൾ യേശുവിന് പറയാനുണ്ടായിരുന്നു. വളരെയധികം കാര്യങ്ങൾ യേശുവിന് പറയാനുണ്ടായിരുന്നു. ഇവിടെ യേശു പറഞ്ഞത് മുഴുവൻ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോ ഇനി നിങ്ങളൊന്ന് പറഞ്ഞ, യേശുവിൻ്റെ ഈ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഏക സിലബസ് ഏതായിരുന്നു? ദൈവരാജ്യം. ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് 40 ദിവസത്തോളം പഠിപ്പിച്ച ശിഷ്യന്മാരെ പഠിപ്പിച്ചതും ദൈവരാജ്യം. അപ്പോൾ യേശു ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് സ്നാപയോഹന്നാൻ പ്രസംഗിച്ചത് ദൈവരാജ്യം. യേശുവിൻ്റെ ആദ്യ പ്രസംഗം ദൈവരാജ്യം. യേശു ശുശ്രൂഷിച്ചപ്പോൾ പ്രസംഗിച്ചത് മുഴുവൻ ദൈവരാജ്യം. യേശു ശിഷ്യന്മാരോട് പ്രസംഗിക്കാൻ പറഞ്ഞത് ദൈവരാജ്യം. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് 40 ദിവസത്തോളം ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ദൈവരാജ്യം. എന്ത് തിന്ന് എന്ത് കുടിക്കും എന്ന് അന്വേഷിച്ച് നടക്കുന്ന ജനത്തോട് അന്വേഷിക്കാൻ പറഞ്ഞത് ദൈവരാജ്യം. ഇപ്പൊ ഒരല്പം ബോധമൊക്കെ തോന്നണുണ്ടല്ലേ പ്രിയരെ? ഈ പുസ്തകം, ദൈവവചനം, ജീവനുള്ള ദൈവത്തിന്റെ വചനം, ഇത് മുഴുവൻ ആഹ്വാനം തരുന്നത് ദൈവരാജ്യം. ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുക, അത് മനസ്സിലാക്കുക.
അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രിയ പൈതലേ, നിനക്ക് വേണ്ടിയതെല്ലാം നൽകപ്പെടും. നിനക്ക് വേണ്ടുന്നതെല്ലാം, നിനക്ക് വേണ്ടിയതെല്ലാം നൽകപ്പെടുവാനിടയാകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഇപ്പോൾ പല വാക്കുകളാൽ ഒരു കാര്യം ഉറപ്പിക്കുക ചെയ്തത്. ഒരു വാക്യം കൊണ്ടല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വാക്യം പറഞ്ഞു അതുകൊണ്ടല്ല. ദൈവത്തിൻ്റെ വചനം പറയാൻ 2 or 3 പേരുടെ സാക്ഷ്യം വഴി ഏതൊരു കാര്യവും ഉറപ്പാക്കുവാനായിട്ട് പറ്റും. ആമേൻ. പ്രിയ സഹോദരൻ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ദൈവവചനപ്രകാരം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. അതുകൊണ്ട് യേശുവിന്റെ സന്ദേശം മുഴുവൻ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായിരുന്നു. ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സീഡിയോ ഡിവിഡിയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. അടുത്തയാഴ്ച കാത്തിരുന്ന് കാണുക മറയപ്പെട്ട ദൈവരാജ്യം. ജനത്തെയോ ദൈവദാസന്മാരെയോ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. പകരം പ്രിയരെ, എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു ബൈബിൾ കോളേജിലെ സിലബസിൽ ഇത് മറിഞ്ഞിരിക്കുന്നു? അതെ, വളരെ ചുരുക്കം ഈ ലോകത്തിലെ ആളുകൾ മാത്രമേ ഇത് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളൂ, അവരതനുസരിച്ച് മൂവ് ചെയ്യുന്നുള്ളൂ. അതെ, എന്തുകൊണ്ടാണ് ദൈവദാസന്മാർ ഈ ദൈവരാജ്യം പ്രസംഗിക്കുവാൻ മുന്നോട്ടേക്ക് പോകാത്തത്? എന്തുകൊണ്ടാണ് ബൈബിൾ കോളേജ് സിലബസുകളിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ദൈവരാജ്യം എന്ന സബ്ജക്റ്റ് സിലബസിൽ കാണാതെ ഇരിക്കുന്നത്? നിങ്ങൾക്കറിയാൻ താല്പര്യത്തോടെ, എനിക്കറിയാം ചില ദൈവദാസന്മാരെ ഞാൻ നിങ്ങളെല്ലാം ബഹുമാനിക്കുന്നു. കാരണം സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമാണ്. അടുത്തയാഴ്ച കാത്തിരുന്ന് കാണുക മറയപ്പെട്ട ദൈവരാജ്യം. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്പൽ സെന്ററിൽ എല്ലാ മാസവും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ സ്നേഹത്തോടെ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. വരിക, ആശ്വാസം പ്രാപിക്കുക. ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് തിരുവചന ധ്യാനത്തിലൂടെ ദൈവം തരുന്ന സമാധാനവും സന്തോഷവും നിത്യജീവനും സൗഖ്യവും പ്രാപിക്കാൻ കർത്താവ് നിങ്ങളെയും ക്ഷണിക്കുന്നു.